ശ്രീ ആർ വി ബാബു, ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമെന്ന് വ്യക്തമാകുകയാണ്. ജാമിയ മിലിയ സർവകലാശാലയിൽ ഇപ്പോൾ ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഈ കൂട്ടായ്മ ജാമിയ മലയാളി ഹൽക്ക എന്നുള്ള കൂട്ടായ്മ അനുകൂലിക്കുന്നത്. കൃത്യമായി അവരുടെ ആശയമൊക്കെ സുവ്യക്തമാണ്. ഏതു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസുകളിലെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകളായി ഇപ്പോഴും പല ഗ്രൂപ്പുകളും സജീവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫണ്ടിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള സംഘടനകളൊക്കെ നിരോധിക്കപ്പെട്ടു. പക്ഷേ അത്തരം നിരോധനങ്ങൾ ഉണ്ടായെങ്കിലും അതിലെ കുറെ പ്രവർത്തകരെയും സംഘടനയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, സംഘടനയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പോപ്പുലർ ഫണ്ടിന്റെ സാധാരണ പ്രവർത്തകര് അവര് സ്ലീപ്പർ സെല്ലുകളായിട്ട് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോപ്പുലർ ഫണ്ടിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നേതാക്കന്മാരൊഴിച്ചിട്ട് ബാക്കി പ്രവർത്തകര് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകള് അവരുടെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ചില സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുകയും ആ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ ക്യാമ്പസ് ഫ്രണ്ടിന്റെ അതേ പ്രവർത്തനം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പേരിലല്ലാതെ വേറൊരു പേരിൽ ജാമിയ മിലിയ സർവകലാശാലയിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സർക്കാരും അതേപോലുള്ള അന്വേഷണ ഏജൻസികളും ഇത്തരം സംഘടനകളെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതുപോലുള്ള ആളുകളെ അവരുടെ പിന്നാമ്പുറം, അവരുടെ ചരിത്രം, ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ച് അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു പഴുതുമില്ലാത്ത തരത്തിൽ തീവ്രവാദത്തെ അടിച്ചമർത്തല്ലാതെ വേറെ നിവൃത്തിയില്ല. തീവ്രവാദികൾക്ക് വേറൊരു രൂപത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രവർത്തകരും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരെയൊക്കെ ജയിലിലടക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇപ്പൊ നമുക്ക് പോപ്പുലർ ഫണ്ടിന്റെ ഈ നിരോധനത്തിന് ശേഷം കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ തീവ്രവാദ സംബന്ധമായ സംഘർഷങ്ങൾ എത്രയോ അധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരുടെ പ്രവർത്തകര് ആളുകൾ പല മേഖലയിലും സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല സംഘടനകളും നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു. ഒളിമറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരു സ്വഭാവമുണ്ട്. ഇത് വളരെ ഗൗരവമാണ്. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും സർക്കാരും ഈ കാര്യത്തിൽ വളരെ ശക്തമായി നടപടിയെടുക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് ജാമിയ മിലിയ സർവകലാശാലയിലാണ്. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം ഇതേപോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫണ്ടുകാരായിട്ടുള്ള ആളുകൾ മറ്റു പല സംഘടനകളിലും നുഴഞ്ഞു കയറി അവരവിടെ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് സർക്കാർ കാണണം, അന്വേഷണ ഏജൻസികൾ കാണണം. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാഷ്ട്രത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് അവര്. മത തീവ്രവാദത്തിന്റെ ശക്തികളാണ്. അവരെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. അത്തരം ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.